ഹായ് സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ഈസ് സ്പിരിച്വൽ ബ്ലോക്കേജസ് ഇൻ ദ ലൈഫ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ തടസ്സങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈസ് ഇറ്റ് ട്രൂ, അത് ശരിയാണോ എന്നതാണ് ആളുകൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. നമ്മൾക്ക് അതിൽ പറയാനുള്ളത് യെസ്, ഇത് ശരിയാണ്, ശരിയാവാം. ശരിയായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അത് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലോക്കുകൾ തുറന്നു വരാറുണ്ട്. അത് സാധാരണ രീതിയിൽ ഈസ് ഇറ്റ് ട്രൂ, അത് ശരിയാണോ, ഈ ശരിയാണ്. ഹൗ ഇറ്റ് ഈസ് ഫോംഡ്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പ്രധാനമായിട്ട് ഈ ബ്ലോക്കുകൾ 3 തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകും. ഒന്ന് പ്യൂർലി സ്പിരിച്വൽ, ആത്മീയമായ ഒരു തടസ്സം. ആത്മീയം എന്ന് പറയുന്നത് ശരി ഒരു മനുഷ്യൻ്റെ ആത്മീയമായ അർത്ഥത്തിലുള്ള അത് ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ ഉണ്ടാകാം. രണ്ടാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷ എന്ന അർത്ഥത്തിലുണ്ടാകും. തൻ്റെ പാപങ്ങൾ വഴിയോ അതല്ലെങ്കിൽ തൻ്റെ ബന്ധവിച്ഛേദനം വഴിയോ ആളുകളായിട്ടുള്ള രക്തബന്ധങ്ങൾ ചേർക്കേണ്ടുന്നതെല്ലാം ചേർക്കാതെ വിച്ഛേദിക്കുന്ന സമയത്ത് ഒക്കെ എന്താ ചെയ്യുക, അതെല്ലാം ഒരു പണിഷ്മെൻറ്റ്, ഒരു പരീക്ഷണം, ഒരു ശിക്ഷയായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുണ്ടാകാം. ഇത് രണ്ടും പ്യൂർലി സ്പിരിച്വലാണ്. അതോടൊപ്പം സൈക്കോളജിക്കലായിട്ടുണ്ടാകാം. മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി, ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിലും പേഴ്സണാലിറ്റിയിലുമാണ് ഇത്തരം ബ്ലോക്കുകൾ സൈക്കോളജിക്കൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൽ ഡിസേബിളിങ് തോട്ട്സുകൾ, മനുഷ്യനെ എന്താ പറയുക, ഡിസേബിൾ ചെയ്യുന്ന, മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്ത വിധം ചില ചിന്തകൾ, ചില വിശ്വാസങ്ങൾ, ചില എമോഷണൽ വൈകാരികതകളൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ കുന്നുകൂടുന്ന സമയത്ത് അവൻ്റെ മനോഭാവത്തെയും വ്യക്തിത്വത്തെയും അത് ബാധിക്കുകയും അത് ഒരു ബ്ലോക്കായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മേഖലയിലോ ദാമ്പത്യ അല്ലെങ്കിൽ സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലൊക്കെ തടസ്സങ്ങളായിട്ട് വരുന്നത്. മൂന്നാമത് പാരാസൈക്കോളജിക്കലായിട്ട്. പാരാസൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് എമോഷണൽ ട്രാൻസ്ഫറൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഫ്രം അതേഴ്സ്, മറ്റുള്ള ആളുകളിൽ നിന്ന്, അത് മറ്റുള്ള മനുഷ്യരിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ അല്ലത് യൂസഫ് ഫി സുദൂർനാസ് മിനൽ ജന്നത്തി വന്നാസ്, മനുഷ്യനിൽ നിന്നും ജിന്നുകളിൽ നിന്നുണ്ടാകുന്ന വസ്വാസ്, നെഗറ്റീവ് എമോഷണൽ ട്രാൻസ്ഫറൻസ് വഴി പാരാസൈക്കോളജിക്കൽ ബ്ലോക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് 2 തരത്തിലുണ്ട്. ഒന്ന് മനസ്സിൻ്റെ പ്രവർത്തനമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആ മനസ്സിൻ്റെ പ്രവർത്തനത്തിലൂടെ ശൈത്താനികമായിട്ടുള്ള ഡെവിളിഷ് ഇൻവോൾവ്മെൻറ്റ്, ശൈത്താനികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലും ഉണ്ടാകുന്നത് വഴിയുണ്ട്. അപ്പോൾ പാരാസൈക്കോളജിയിൽ തന്നെ സൈക്കോകൈനസിസ് 2 അർത്ഥത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കഴിവുകളിൽ നിന്നുണ്ടാകുന്ന ചില അല്ലെങ്കിൽ കഴിവുകേടാണ്, അല്ലെങ്കിൽ കഴിവുകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രത്യേകതകളാണ്. ഇപ്പം സൈക്കോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ അല്ലേ, തീ പിടിക്കുന്നു, അതുപോലെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കല്ലെറിയുന്നു, വസ്തുക്കൾ മൂവ് ചെയ്യുന്നു, അടുക്കളയിലുള്ള വസ്തുക്കളൊക്കെ എറിയപ്പെടുന്നു, വിചിത്രമായ രീതിയിലുള്ള വരകളും കുറികളും രക്തത്തിൻ്റെ അടയാളങ്ങളും ചുമരിൽ, ഇത്തരം കേസസൊക്കെ ഇന്നും നടക്കുന്നുണ്ട്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം വീടുകളിലൊക്കെ കൈയടയാളം വീട്ടിൽ വരുന്നു, രക്തത്തിൻ്റെ പാടുകൾ വരുന്നു, അതുപോലെ വിസർജ്യ വസ്തുക്കളൊക്കെ അകത്ത് വരുന്നു. ഇതിനൊക്കെ സൈക്കോകൈനസിസ് എന്നാണ് പാരാസൈക്കോളജിയിൽ പറയുക. ഇത് അവിടെയുള്ള താമസിക്കുന്ന മനുഷ്യൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ള മനുഷ്യന്മാരുടെ വൈകാരികമായ പ്രകടനങ്ങൾ നടന്ന സ്ഥലങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോഴും അവിടെ താമസിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന പേടിയും ദുഃഖവും ടെൻഷനും വിഷമം, അതിലുപരി മാനസിക പിരിമുറുക്കം, ഇതാണ് ഇതിനൊക്കെ കാരണമാകുന്നത്. ഈ ഒരു അർത്ഥതലത്തിൽ സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് എന്ന അർത്ഥത്തിലും പാരാസൈക്കോളജിയിൽ പറയാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഡെവിളിഷ് ശൈത്താനികമായിട്ടുള്ള ഇടപെടലുകളും ഇതിൽ സംഭവിക്കുന്നു എന്ന അർത്ഥത്തിലും പാരാസൈക്കോളജിയിൽ ഇത് വിശദീകരിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 തരത്തിലാണ് ഈ ബ്ലോക്കുകൾ സംഭവിക്കുന്നത്. ഈ ബ്ലോക്കുകൾ ഇനി എവിടെയാണ് ഇത് ഉണ്ടാകുന്നത്? വേർ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദ മൈൻഡ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ ബ്ലോക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അവൻ്റെ ബിസിനസ്സിലുള്ള ബ്ലോക്ക്, ഒരു മനുഷ്യൻ്റെ ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ കച്ചവടത്തിൽ, ജോലിയിൽ, ദാമ്പത്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ, അതുപോലെ അവൻ്റെ രാഷ്ട്രീയ പോലുള്ള വിഹാര മേഖലകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ എവിടെയാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്? അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ അൺകോൺഷ്യസ് മൈൻഡിനെ ഇസ്ലാമിക്കലി ദിക്ർ എന്ന് പറയാം. മനസ്സിലായില്ലേ? ദിക്ർ, ഹിഫ്ള്, അഖല്, ഖൽബ്, നഫ്സ്, ജസദ്, ഇങ്ങനെ പല ടേംസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിൽ ദിക്ർ എന്ന് പറയുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ, ആ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ അതിനെ 4ആയിട്ട് തരംതിരിച്ചിട്ട് പണ്ഡിതന്മാർ. അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ 4 ടൈപ്പ് ഓഫ്
അകത്തളങ്ങളുണ്ടുള്ളതായിട്ട് ഹിജറ 300-ലൊക്കെ മരിച്ചിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഇമാം തിർമിദിയെ പോലുള്ള ആളുകളെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ലുബ്, കൽബ്, ഫുആദ്, സദർ. ലുബ് അവൻ്റെ കോർ വാല്യൂസുമായിട്ട്, കൽബ് അവന് മറ്റൊരു ഹയർ പവറുമായിട്ട്, ഒരു വലിയ ശക്തിയുമായിട്ടുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ബന്ധം. അതുപോലെ ഫുആദ് അവൻ്റെ എമോഷണലി ലോഡഡ് മൈൻഡ്, വൈകാരികത നിറഞ്ഞ് തുളുമ്പിയ അവസ്ഥ, വൈകാരികത ടോപ്പിലെത്തി അല്ലെങ്കിൽ വൈകാരികത കൊണ്ട് ബലം കുറഞ്ഞ മനസ്സാണ് ഫുആദ് എന്ന് പറയുന്നത്. അതുപോലെ സ്വദർ അല്ലത് യുസ്ഫി സുദൂർനാസ് അല്ലെ, സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ഞെന്ന് മൊത്തത്തിൽ പറയാമെങ്കിലും ഔട്ടർ ഹേർട്ട്, ഇവിടെയാണ് ആറ്റിറ്റ്യൂഡൊക്കെ എല്ലാം ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ലുബിലോ കൽബിലോ ഫുആദിലുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം വലുതാകുന്ന സമയത്ത് അവന് നെഞ്ഞ് കുടുസായി പോവുകയും ഹൃദയം ഇടുങ്ങിപ്പോവുകയും അല്ലെ, അലം നശ്റഹ് ലക സദ്റക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ അവസ്ഥ ഉണ്ടായപ്പോൾ റസൂലിന് അള്ളാഹു ഹൃദയ വിശാലത നൽകി എന്ന് പറഞ്ഞ സൂറത്തുണ്ടല്ലോ. അങ്ങനെ ലുബ്, കൽബ്, ഫുആദ്, സദ്ർ, ഇങ്ങനെ അവൻ്റെ 4 തട്ടിലാണ് ഇത്തരം ബ്ലോക്കുകൾ ഫോം ചെയ്യപ്പെടുന്നത്. ഇനി ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് നോ ഇറ്റ്സ് ടൈപ്പ്? ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ളതെന്ന് അറിയാൻ പറ്റും? ഇത് പറ്റും. ഇത് സാധാരണക്കാരെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല, ആ വിഷയത്തിൽ പഠിച്ച ആളുകളെ കൊണ്ട് പറ്റും. ഇപ്പോൾ ക്യാൻസർ എന്നൊരു രോഗം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഈ ക്യാൻസറുള്ള ആളെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ചോദിച്ചാൽ എന്താ പറയും? അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ പരിശോധിച്ച് മുന്നോട്ട് നീങ്ങിയാൽ പരിശോധനയോടെ തെളിഞ്ഞു കിട്ടും. മനസ്സിലായത് ഏത് തരത്തിലാണ് എവിടെയാണുള്ളതെന്നുള്ളത്. ഇപ്പോൾ ക്യാൻസർ ഉണ്ടോ? ആ ക്യാൻസർ ഉണ്ട്. ക്യാൻസർ ഉണ്ടെന്ന് ഒരാൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യം. മനസ്സിലായില്ലേ? ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ നമ്മോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നതാണ്, ഇത് എങ്ങനെ തിരിച്ചറിയാം? അത് സാധാരണ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏത് ടൈപ്പിലുള്ളതാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പഠിച്ചാൽ അറിയാം. ഓക്കെ, വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് ഇറ്റ്? അത് മനുഷ്യൻ്റെ എവിടെയെല്ലാം അതെല്ലാം പ്രാവർത്തികമാക്കും എന്നതാണ്. അത് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന 5 ഡൊമൈൻസ്. അത് മോഡേൺ സൈക്കോളജിയിലും ഇസ്ലാമിക് സൈക്കോളജിയിലും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ഡൊമൈൻസ് 5ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സ്പിരിച്വൽ, മനുഷ്യൻ്റെ ഒരു ആത്മീയ തലം. മറ്റൊന്ന് മെൻ്റൽ ഓർ സൈക്കോളജിക്കൽ. മറ്റൊന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ. മറ്റൊന്ന് സോഷ്യൽ അല്ലെങ്കിൽ അവൻ്റെ റിലേഷൻഷിപ്പ്. മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ, ബാക്കിയുള്ള അവൻ്റെ റിസ്ക്, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന അവന് കിട്ടുന്ന എല്ലാ റിസ്കുകളും ഉപജീവനങ്ങളും വരുന്ന അവൻ്റെ എൻവയോൺമെൻറ്റിൽ. ഇങ്ങനെ 5 തലങ്ങളിലും ഇതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ 3 ടൈപ്പ് ഉണ്ടാകാം, അതിൻ്റെ ടൈപ്പുകൾ ഉണ്ടാകാം. ഇത് 5 തലത്തിലും പ്രവർത്തിക്കാം. ഒരു പക്ഷേ ചിലത് ചില ഏരിയയിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ, മറ്റു ചിലത് എല്ലാത്തിലും പ്രവർത്തിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഇറ്റ്? Those who know about the problem and its reasons can solve it. Disorders in the life. അതായത് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ഷിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും മനുഷ്യനില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ വരുന്നതാണ്. രോഗം എന്താണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും അറിയുന്നവന് അതിൻ്റെ ഷിഫ എന്താണെന്ന് അറിയാം എന്നതാണ് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ഷിഫ അലിമഹു മൻ അലിമ ജഹലുഹു ജഹില എന്ന ഹദീസിന്റെ വിശദീകരണം. അതാണ് ഇതിനുള്ള മറുപടി. അതിനെക്കുറിച്ച് അത് അറിയുന്ന ആളുകൾക്ക്, പഠിച്ച ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അത്തരം കേസസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിശദമായ പഠനവും ചോദ്യങ്ങളും കൗൺസിലിംഗ് എല്ലാം നടത്തുന്ന സമയത്ത് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വിശദീകരണം അപ്പോൾ ആത്മീയ തടസ്സങ്ങൾ എങ്ങനെ എന്നതാണ് ഒരു ഹ്രസ്വമായ വിശദീകരണമാണ്. ഈ ക്ലിപ്പ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, ലൈക്ക് അടിക്കുക. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്നാൽ കഴിയുന്ന ആൻസേഴ്സ് തരാം. ഓക്കെ, താങ്ക് യു.